ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികളാണോ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുമല്ല, എന്നാൽ മുതിർന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുമല്ല. അവരുടെ സെക്ഷൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രായത്തിൽ അവർ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിൽ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്, അവർക്കുണ്ടാകുന്ന സൗഹൃദങ്ങളാണ്, അവർ കാണുന്ന കാഴ്ചകളാണ് അവരുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും അവരുടെ പിയർ ഗ്രൂപ്പുകൾ, ടീച്ചേഴ്സ്, അവരുടെ ചുറ്റുപാടുമുള്ള സൗഹൃദങ്ങൾ, അമ്മ, അച്ഛൻ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അവരുടെ സ്വഭാവ നിയന്ത്രണത്തെ, സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇക്കാലഘട്ടത്തിൽ അവർക്ക് എന്താണ് ശരി തെറ്റ് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും. അതുമാത്രമല്ല എന്തിനോടും വളരെ ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്തും മനസ്സിലാക്കുവാനുള്ള, അറിയുവാനുള്ള ഒരു ജിജ്ഞാസ അവർക്ക് മുൻ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും സെക്ഷൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ അവർ വഴി തെറ്റി പോകുവാനും അവരെ അബ്യൂസ് ചെയ്യപ്പെടുവാനും വളരെ എളുപ്പമുള്ള ഒരു പ്രായമാണ് ഇതെന്നുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളോട്, പുരുഷന്മാരോട് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരിക്കും, സ്ത്രീകളും പുരുഷന്മാരും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പേരൻസ് ആയിട്ടുള്ള നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. ഞാൻ കണിശമായും എൻ്റെ സെക്ഷൽ ലൈഫിനേക്കാൾ കൂടുതൽ ശ്രദ്ധ എൻ്റെ മകളുടെ ജീവിതത്തിനാണ് കൊടുക്കുന്നത്. ചില കാര്യത്തെക്കുറിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. അവരുടെ കുറവുകളെ കുറിച്ചിട്ട്, അവരുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ട്, അവരുടെ അവസ്ഥയെ കുറിച്ചിട്ട്. എങ്കിൽ മാത്രമേ അവർ അപകടത്തിൽ ചാടാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും പല ട്രാക്കുകളും. പലരും നിങ്ങളുടെ അടുത്തോട്ട് വാഗ്ദാനം ചെയ്തു വരും ഒരു ഷോൾഡർ. പക്ഷെ ആ ഷോൾഡർ എന്ന് പറയുന്നത് ശാശ്വതമായിരിക്കണമെന്നില്ല. നമുക്ക് വഴി തെറ്റാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷെ വഴി തെറ്റാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പരമാവധി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ വീടുകളിൽ ആളുകളെ കൊണ്ടുപോകാതിരിക്കുക. അത് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ പോലും. എന്ന് കരുതി ഞാൻ പ്ലംബറെ കൊണ്ടുവരരുത് എന്നാലും, അതല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനെയോ കൊണ്ടുവരരുത് എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ബോർഡർ, ലക്ഷ്മണരേഖ വരച്ചിരിക്കണം. കാരണം ജീവിത നിലവാരം, ജീവിതാവസ്ഥ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, ഇതിനെല്ലാം ചുറ്റിപ്പറ്റിയിട്ടാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതം എന്ന് പറയുന്നത്. സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട്. ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നത് ആവറേജ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ്. ആളുകൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. കുട്ടികളുടെ തീരുമാനം കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായത്. നമ്മളുടെ തീരുമാനം കൊണ്ടാണ് കുട്ടികൾ ജനിച്ചിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ളൊരു അവസ്ഥയിലല്ല, മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ അവരുടെ ശേഷിയില ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇവിടെ ഇഷ്ടംപോലെ ഓർഫനേജുകളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ നടത്തുന്ന ശിശുഭവനങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് നിങ്ങളുടെ തെറ്റായ ജീവിതം കൊണ്ട് കുട്ടികളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്? കുട്ടികൾക്കും കൂടെ എന്തിനാണ് നിങ്ങൾ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്?